ലേഡിയേഴ്സ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ദിവസം എത്ര തവണ സ്വയംഭോഗം ചെയ്യാം? ഇതിനൊരു ലിമിറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു വ്യക്തിയുടെ ശരീരവും ഹോർമോൺ ലെവലും എന്നെ ശല്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണിച്ചു തരാമേ. വയസ്സും അതുപോലെ തന്നെ അവരുടെ ലൈംഗികപരമായിട്ടുള്ള ഡ്രൈവ് എത്രയുണ്ട് എന്നുള്ളതൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കണം ഈ ലെവല് തീരുമാനിക്കേണ്ടത്. സാധാരണയായി ദിവസത്തിൽ 1-2 തവണയൊക്കെ നോർമൽ തന്നെയാണ്. ചിലർക്ക് അതിൽ കൂടുതലുണ്ടാവാം, എന്നാലും അതൊരു പ്രശ്നമല്ല. പെയിന്, ക്ഷീണം, ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അതായത് ഒരു വേദനയില്ല, ഒരു ക്ഷീണവും ഇല്ല, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല, നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇമ്പൾസീവായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിനെ അത് ബാധിക്കുന്നുണ്ട്, നിങ്ങൾ ജോലി വരെ മാറ്റിവെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഭയങ്കര ക്ഷീണം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിന് വേദനകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പ്രശ്നമാകും. സ്വയംഭോഗം എങ്ങനെയാണ് നടക്കുന്നതെന്നൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ബ്രെയിനിലെ ഡോപ്പാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലഷർ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയയിൽ നിങ്ങൾ ഉത്തേജിപ്പിക്കുമ്പോൾ, അത് ക്രിസരിയിലാണെങ്കിലും അത് ലിംഗത്തിലാണെങ്കിലും അത് ചെയ്യുമ്പോൾ നെർവ്സ് വഴി അതിൻ്റെ സിഗ്നൽസ് എവിടെ എത്തുന്നു? ബ്രെയിനിലെത്തുന്നു. അതിലൂടെ ലൈംഗികപരമായ തോട്ടുകളും സുഖവും കൂടി രതിമൂർച്ചയിലിട്ട് എത്തിക്കുന്നു. അങ്ങനെ രതിമൂർച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൊലാക്റ്റിൻ ഹോർമോൺ ഉയരുന്നുകൊണ്ടിരുന്നുണ്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് നല്ലൊരു ഉറക്കത്തിലേക്ക് പോകാനും ഭയങ്കര റിലാക്സ് ആകാൻ വേണ്ടിയിട്ടും സാധിക്കുന്നു. അപ്പോൾ ഒരു ഹെൽത്ത് പോയിന്റിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാനും റിലാക്സ് ആകാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഹെൽത്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. അതുപോലെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇതിപ്പോൾ കൂടുതലായിട്ട് എക്സസൈസ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്ഷീണവും പ്രശ്നങ്ങളും വേദനകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കുറയാനും കാരണമാകും. അപ്പോൾ പെയിനോ അഡിഷനോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, മോഡറേറ്റ് പിടിച്ചേക്കുക. ആ ഒരു മോഡറേറ്റിൽ പിടിച്ചേക്കുമായിരിക്കും ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ബോഡി പറയുന്നത് കേൾക്കുക, ബോഡിയെ നിരീക്ഷിക്കുക, ബോഡി എന്താണ് പറയുന്നത് അതിനനുസരിക്കുക. അല്ലാണ്ട് നമ്മളോട് വന്ന് ചോദിക്കല്ല വേണ്ടേ എത്ര പ്രാവശ്യം ചെയ്യാം, ഞാൻ ഇത്ര തവണ ചെയ്യുന്നുണ്ട്, എനിക്ക് കുഴപ്പമാണോ എന്ന് അങ്ങനെ ചോദിക്കേണ്ട. നിങ്ങളുടെ സ്വയംഭോഗം കുറച്ചുകൂടി ഹെൽത്തി ആവാനും നന്നായിട്ട് എൻജോയ് ചെയ്യാനും ഉദാഹരണമൊക്കെ നല്ല രീതിയിൽ കൂട്ടാനും ചുരുങ്ങിയ ലിംഗമൊക്കെ നല്ല ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത്, അതായത് തടിയും നിങ്ങളുടെ നീളവും യഥാർത്ഥ സൈസിൽ എക്സ്ട്രാ വളരെ നല്ല കേട്ടോ, നിങ്ങളുടെ ഈ ചുരുങ്ങിപ്പോയതും ന്യൂട്രീഷൻ കുറവും കൊണ്ടൊക്കെ ചുരുങ്ങിയിട്ടുള്ളത്, സ്മോക്കിങ്ങും കൊണ്ടൊക്കെ ചുരുങ്ങിയിട്ടുള്ളത് യഥാർത്ഥ സൈസിൽ എത്തിക്കാനും നിങ്ങൾക്ക് സ്വയംഭോഗമൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓയിലാണ്. ദിവസം 2 നേരം ഉപയോഗിക്കേണ്ട ഒരു ഓയിലാണ് ലിഫ്റ്റ് അപ്പ് ഓയിൽ. നേച്ചർ മാനിൻ്റെ കേട്ടോ, നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻസി എക്സ്പേർട്ടൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഓയിൽ തന്നെയാണ് ഇത്. ലങ്, ശതാവരി, സേഫ് മുസ്ലി, അശ്വഗന്ധവി എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. കോൺഫിഡൻസ് കൂട്ടുന്നു, ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ ലിംഗത്തിലോട്ട് കൂട്ടുന്നു, ഉദാഹരണം കൂടുതൽ സംഭവിക്കുന്നു, പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും കൂടുന്നു. ഹെർബൽ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് ആക്കിയേക്കുന്നത്, 100% നാച്ചുറൽ ആണ്. അതുപോലെ തന്നെ ആയുഷ് സർട്ടിഫൈഡ് ഉണ്ട്, GMB ISO സർട്ടിഫൈഡ് ആണ്, ക്ലിനിക്കലി പ്രൂവണുമാണ്. അപ്പോൾ കുറച്ച് കയ്യിലെടുക്കുക, എന്നിട്ട് ലിംഗത്തിൻ്റെ താഴെ തൊട്ട് മുകളിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ലൈംഗികത്തിന് ഒരു അരമണിക്കൂർ മുമ്പാണെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ദിവസം രാവിലെ വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പോ സ്വയംഭോഗം ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാവേ. Thanks for watching my video. See you next time with a new topic. Bye bye.